الله أن محمدا عبده ورسوله أرسله بنور الهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم. صدق الله مولانا العظيم. സർവാദരണീയരായ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സയ്യിദന്മാരെ, സദാത്തുക്കളെ, സ്നേഹം നിറഞ്ഞ റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വീട്ടിലും നമുക്ക് ഖൈർ പ്രദാനിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പ് നൽകി കൃപ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മഹത്തായ ഹിഫാളത്തിലും ഹിമായത്തിലുമായി അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാത്തരം വഞ്ചനകളെയും ചതികളെയും തൊട്ട് അല്ലാഹു നമ്മെയും നമ്മുടെ ഉമ്മത്തിനെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനപ്പെട്ട സുന്നി കൈരളിയുടെ അഭിമാനവും നമ്മുടെയൊക്കെ അഭിമന്യ നേതാവുമായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈദി അമ്പലക്കടവ് ഉസ്താദ് അവറുകളുടെ വളരെ മനോഹരമായ ഒരു പ്രഭാഷണം ശ്രവിച്ചിരിക്കുകയായിരുന്നു. രാവിലെ മുതൽ നമ്മുടെ ക്ലാസ് റൂമിൽ റെക്കോർഡ് തന്നെയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മൈക്കിൽ വരാൻ കഴിയുന്ന ആളുകളൊക്കെ പരമാവധി മൈക്കിൽ വന്ന് ലൈവായി സംസാരിക്കാൻ താൽപര്യപ്പെടണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് കീഴിൽ ഇങ്ങനെ ഒരു ആഗോള ജാലകം എന്ന് പറയുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ത് ആദർശമാണ് സമൂഹത്തിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്, അതൊക്കെ ഓൺലൈൻ വഴി അപ്ലോഡ് ചെയ്യുകയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് കീഴിൽ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം SKSSF നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശവാചകം ഉയർത്തിപ്പിടിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയക്കാർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തെ കിറാമും ഏത് മാർഗത്തിലൂടെയാണ് സഞ്ചരിച്ചത്, അവരൊക്കെ ഏത് വഴിയിലൂടെയാണ് പാതയമൊരുക്കിയത്, ആ വഴിയാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തികൊണ്ടും മൗനാനുവാദം കൊണ്ടും പരിശുദ്ധമായ ദീനിനെ വളരെ മനോഹരമായി പ്രചരിപ്പിച്ചു. മുത്തുനബിയെ അനുധാവനം ചെയ്തുകൊണ്ടാണ് മഹാന്മാരായ സ്വഹാബത്തെ കിറാം കേരളത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രചാരണം ഏറ്റെടുത്തത്. കേരളീയ മുസ്ലിം സമാജത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായൊരു പാരമ്പര്യം അവകാശപ്പെടാനുണ്ട്. കൃത്യമായ കണ്ണിമുറിയാത്ത ഒരു വലിയ സനദ് തന്നെ കേരളീയ മുസ്ലിം സമാജത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കളെ സംബന്ധിച്ചിടത്തോളം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ മാർഗമുണ്ട്, വഴിയുണ്ട്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നമ്മളെല്ലാ സമയത്തും അല്ലാഹുവിനോട് തേടാറുള്ള പരിശുദ്ധമായ ഫാത്തിഹയിലെ ദുആ, അല്ലാഹുവേ മുസ്തഖീമായ വഴിയിൽ
ഇസ്തിഖാമത്തുള്ള വഴിയിൽ ഞങ്ങളെ നീ വഴി നടത്തണേ എന്ന പ്രാർത്ഥന അല്ലാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വഴിയാണ് യഥാർത്ഥത്തിലുള്ള വഴി. അത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലങ്ങൾക്ക് മുമ്പേ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് മുമ്പിൽ വരച്ചു കാണിച്ചു തന്ന മാർഗരേഖയാണ്. പരിശുദ്ധമായ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ, പ്രവാചകന്റെ ജീവിത രീതി, വാക്കുകൾ, മുത്തുനബിയുടെ ജീവിത ശൈലി, ഇതൊക്കെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാർഗരേഖ എന്ന് പറയുന്നത്. കേരളത്തിൽ 1926 ശേഷം രംഗപ്രവേശനം ചെയ്ത ചില ആളുകളുടെ വാദങ്ങൾ, പൊള്ളയായ വാദങ്ങൾ, പരമയാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കുന്ന തരത്തിലുള്ള വാദങ്ങൾ, മുസ്ലിം ഉമ്മത്തിന്റെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പിന്നിൽ കത്തിവെക്കുന്ന, കടക്കൽ കത്തിവെക്കുന്ന ചില വാദങ്ങൾ, പൊള്ളത്തരങ്ങൾ, അതുമായി രംഗപ്രവേശനം ചെയ്തു ചില ആളുകൾ. കേരളീയ മുസ്ലിം സമാജത്തിൽ അതുവരെ കേട്ടുകേൾവിയില്ലാത്ത, അതുവരെ ആരും ചിന്തിക്കുക പോലും ചെയ്യാത്ത, ആരും പ്രസംഗങ്ങളിലോ എഴുത്തുകളിലോ പറയുക പോലും ചെയ്യാത്ത ചില നവീനവാദങ്ങളുമായി ചില ആളുകൾ രംഗപ്രവേശനം ചെയ്യുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനം എന്ന് പറയുന്നത് കേവലം 1926 രംഗപ്രവേശനം ചെയ്ത സംഘടനയല്ല. ഒരു സംഘടനാ രൂപത്തിലേക്ക് വരുമ്പോഴാണ് 1926 എന്ന് നമ്മൾ പറയേണ്ടതുള്ളത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന കാലം മുതൽ മുത്തുനബി ഏത് മാർഗമാണോ നമുക്ക് വരച്ചു കാണിച്ചത്, മഹാന്മാരായ സഹാബത്തെ കിറാം ഏത് വഴിയിലൂടെയാണോ ഈ ഉമ്മത്തിന് വഴി നടത്തിയത്, അവരെ തുടർന്ന് വന്ന താബിഈങ്ങൾ ഏത് വഴിയിലൂടെയാണോ സഞ്ചരിച്ചത്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു സഞ്ചരിച്ച വഴി ഏതാണോ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സഞ്ചരിച്ച വഴി ഏതാണോ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സഞ്ചരിച്ച വഴി ഏതാണോ, ഇമാം ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു സഞ്ചരിച്ച വഴി ഏതാണോ, മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു സഞ്ചരിച്ച വഴി ഏതാണോ, മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു സഞ്ചരിച്ച വഴി ഏതാണോ, സിഹാഹുൽ സിത്തയുടെ പണ്ഡിതന്മാരൊക്കെ സഞ്ചരിച്ച വഴി ഏതാണോ, ആ വഴി തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വഴി എന്ന് പറയുന്നത്. കേരളത്തിൽ ചില ആളുകൾ രംഗപ്രവേശനം ചെയ്തുകൊണ്ട് ഇവിടെ നടത്തിയിട്ടുള്ള വിദണ്ഡവാദങ്ങൾ തീർത്താൽ തീരാത്ത കൊടും പാതകമായിട്ടാണ് മുസ്ലിം ഉമ്മത്ത് അതിനെയൊക്കെ വിലയിരുത്തുന്നത്. ഇവിടെയുള്ള പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ശുദ്ധമായ ഈമാനിന്റെ ഉടമകളായ, നിഷ്കളങ്കരായ, സാലിഹീങ്ങളായ, സച്ചരിതരായ, സലഫു സാലിഹീങ്ങളായ ആളുകളുടെ മാർഗത്തിൽ നിന്ന് മാർഗഭ്രംശം സംഭവിച്ച ചില ആളുകൾ ഇവരെയൊക്കെ തള്ളിപ്പറയുന്ന കാഴ്ചയാണ് ഓരോ ദിനത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേവലം തവസ്സുലും ഇസ്തിഗാസയും അനുവദിച്ചതിന്റെ പേരിലാണ് സുന്നികള് മുശ്രിക്കുകളാണെന്ന് ആക്ഷേപിക്കപ്പെടുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ മുമ്പിൽ കൃത്യമായ മാനദണ്ഡങ്ങളില്ലല്ലോ. ഖുർആൻ പറഞ്ഞാലും ഹദീസ് പറഞ്ഞാലും തഫ്സീർ പറഞ്ഞാലും മഹാന്മാരുടെ അഖ്വാലുകൾ വിശദീകരിച്ചാലും അത് ചർവണം ചെയ്ത് സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ചാലും ഇവരൊന്നും ഒരിക്കൽ പോലും യാഥാർത്ഥ്യത്തെ കാണുകയില്ല. യാഥാർത്ഥ്യത്തെ കണ്ണടച്ച് കുഞ്ഞനം കുത്തുന്ന കാഴ്ചയാണ് ഓരോ സമയത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനം എന്തിനു വേണ്ടിയാണോ രൂപീകരിച്ചിട്ടുള്ളത്, ആ എന്തിനു വേണ്ടിയാണോ രൂപീകരിച്ചിട്ടുള്ളത് അതിനുവേണ്ടി തന്നെയാണ് എക്കാലമത്രയും അന്നും ഇന്നും എന്നും ഇനിയും അതിനുവേണ്ടിയാണ് നിലനിൽക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ സമൂഹത്തിലേക്ക് കൃത്യമായി അപ്ലോഡ് ചെയ്യുന്നതിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനം വഹിച്ച പങ്ക് വളരെ വലുതാണ്.
മുസ്ലിം ഉമ്മത്തിന്റെ, കേരളീയ മുസ്ലിം സമാജത്തിന്റെ ഈമാൻ അതിനെ കളങ്കപ്പെടുത്താതിരിക്കാൻ, നഷ്ടപ്പെട്ടു പോയ ഈമാനിനെ തിരിച്ചു നൽകാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തിയ ആദർശ പോരാട്ടങ്ങൾ, ആദർശ വഴികളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിരിയിച്ച മനോഹരമായ പുഷ്പങ്ങൾ ഇന്നും എത്ര മനോഹരമായിട്ടാണ് അതൊക്കെ നിലനിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ. ഇതുവരെ മുസ്ലിം ഉമ്മത്തിന് കേൾവിയില്ലാത്ത വാചകങ്ങൾ, ഇതുവരെ മുസ്ലിം ഉമ്മത്ത് കേൾക്കുകയോ ചിന്തിക്കുകയോ ആലോചിക്കുകയോ ഒരു പുസ്തകത്തിൽ പോലും കാണുകയോ ചെയ്യാത്ത കാര്യങ്ങളുമായി ചില ആളുകൾ രംഗത്ത് വന്നു. എന്തായിരുന്നു അവരുടെ വാദങ്ങളൊക്കെ? മുസ്ലിം ഉമ്മത്തിലെ പാവപ്പെട്ട ആളുകളെ മുശ്രിക്കുകളും കാഫിറുകളുമാക്കുക, മുശ്രിക്കുകളും കാഫിറുകളുമാക്കി ചിത്രീകരിക്കുക. ഇതിനൊരു മാനദണ്ഡമില്ലേ? ഇതിനൊരു അടിസ്ഥാനമില്ലേ? ഒരാളെ മുശ്രിക് എന്ന് പറയണമെങ്കിൽ, ഒരാളെ കാഫിർ എന്ന് പറയണമെങ്കിൽ, ഒരാളുടെ മേലിൽ കുഫ്രിയത്ത് ആരോപിക്കണമെങ്കിൽ, ശിർക്ക് ആരോപിക്കണമെങ്കിൽ കൃത്യമായ മാനദണ്ഡം മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞു വെച്ചിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? ശിർക്ക് എന്ന് പറയുന്ന പദം അത് തൗഹീദിന്റെ നേർ വിപരീത പദമാണ്. സത്യം പറഞ്ഞാൽ ഇവർക്കൊക്കെ പറ്റിയിട്ടുള്ള പാളിച്ച എന്ന് പറയുന്നത് തൗഹീദ് വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ്. എന്താണ് തൗഹീദ് എന്ന് ഒരു മുജാഹിദിനോട്, ഒരു വഹാബിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവന് കൃത്യമായ ഉത്തരം സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാനുണ്ടാവില്ല. ആര് പറഞ്ഞു? ഏത് ഇമാമ് പറഞ്ഞു? ഏത് കിതാബിൽ പറഞ്ഞു? എന്താണ് ഉദ്ധരണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ മലയാള വാക്കുകൾ കൊണ്ട് നടത്തുന്ന ചില കസർത്തുകൾ മാത്രമാണ് നമുക്ക് കേൾക്കാൻ കഴിയുക. ഒരു ഇമാമും പറയാത്ത വാദം, ഒരു പണ്ഡിതനും പറയാത്ത വാദം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശം മുറുകെ പിടിച്ചു നിൽക്കുന്ന ഒരു പണ്ഡിതനും പറയാത്ത വാദങ്ങളായിരുന്നു ഒരു സമൂഹത്തിലേക്ക് തൊടുത്തുവിട്ടത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും മുശ്രിക്കീങ്ങളാക്കുക, എല്ലാവരെയും കാഫിരീങ്ങളാക്കുക, എല്ലാവർക്കും തെറ്റുപറ്റി എന്ന് പറയുക, അമ്പിയാക്കന്മാർക്ക് തെറ്റുപറ്റി എന്ന് പറയുക, ഔലിയാക്കന്മാരെ നിഷേധിക്കുക, അവരുടെ കറാമത്തുകളെ നിഷേധിക്കുക, അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്തുകളെ നിഷേധിക്കുക. ഇങ്ങനെ കാലങ്ങളായി മുസ്ലിം ഉമ്മത്ത് അനുഷ്ഠിച്ചു പോന്നിരുന്ന ആചാരങ്ങളെയും സുന്ദരമായ അനുഷ്ഠാനങ്ങളെയും സുന്ദരമായ പ്രത്യയ ശാസ്ത്രത്തെയും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനെ റിബൽ ചെയ്യാൻ വേണ്ടി രംഗപ്രവേശനം ചെയ്ത ആളുകൾ, അവരുടെ തൗഹീദ് തന്നെ പൊള്ളത്തരമാണ്. എന്താണ് തൗഹീദ് എന്ന് ചോദിച്ചാൽ അവർക്കൊന്നും പറയാനില്ല. എന്താണ് തൗഹീദ് എന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായ മറുപടിയില്ല. തൗഹീദിന്റെ അർത്ഥമോ നിർവചനമോ പറയുന്ന കാര്യത്തിൽ ഈ വഹാബി വിഭാഗങ്ങൾ അവര് കാണിച്ചിട്ടുള്ള കോപ്രായത്തരങ്ങൾ, അവർ കാണിച്ചിട്ടുള്ള അതിന് പറഞ്ഞിട്ടുള്ള മറുപടികളൊക്കെ തീർത്തും നമ്മളെ ചിരിപ്പിക്കുന്ന മറുപടികളാണ്. ഒരു കാലഘട്ടത്തിൽ പല വാദങ്ങളുമായി രംഗപ്രവേശനം ചെയ്ത വഹാബി പ്രസ്ഥാനം ഇന്ന് 2016 മാർച്ച് മാസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മാർച്ച് മാസത്തിന്റെ ആദ്യവാരത്തിൽ നിൽക്കുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം നിലത്ത് വീണുടഞ്ഞ കുപ്പിച്ചില്ലുപോലെയായി പെറുക്കിയെടുത്ത് ഒരു കുപ്പി ഗ്ലാസ് പോലും ആക്കാൻ കഴിയാത്ത രീതിയിൽ അവസാനം ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയേണ്ട തരത്തിൽ അതിന്റെ അധപ്പതനം സംഭവിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ അടിത്തറ നന്നാവാത്ത പ്രശ്നമാണ്, ഇതൊക്കെ ബേസ് നന്നാവാത്ത പ്രശ്നമാണ്. മഹാന്മാരായ പണ്ഡിതന്മാരെയും മഹാന്മാരായ ആലിമീങ്ങളെയും മഹാന്മാരായ സലഫ് സാലിഹീങ്ങളെയും ഒക്കെ ചീത്ത വിളിച്ചതിനുള്ള, അവരുടെ പ്രാമാണികമായ അവതരണങ്ങളെ എതിർത്തതിനുള്ള മറുപടിയാണ് ഇന്ന് അവർ 8ഉം 10ഉം 11ഉം 12ഉം ഗ്രൂപ്പുകളാക്കി തിരിഞ്ഞ് പരസ്പരം പോരടിക്കുകയാണ്. കഴിഞ്ഞ ഗതകാല സ്മരണകളിൽ ഉറങ്ങിക്കിടന്നിരുന്ന അവരുടെ പോഴത്തരങ്ങൾ അവർ ഇന്ന് പരസ്പരം വിളിച്ചോതിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ സമൂഹത്തിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഓരോ വിഭാഗവും, അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിഭാഗക്കാരനും ഇന്ന് ഏത് വകുപ്പിലാണ് നിൽക്കേണ്ടത്, ആരോടൊപ്പമാണ് നിൽക്കേണ്ടത്? ഒന്നങ്ങോട്ട് നിൽക്കുമ്പോൾ സക്കരിയ സലാഹിയുടെ പ്രഭാഷണം, ഒന്നിങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ ഹുസൈൻ സലഫിയുടെ മറ്റൊരു പ്രഭാഷണം, ഒന്ന് കുറച്ചപ്പുറത്തേക്ക് മാറി നിൽക്കുമ്പോൾ അബ്ദുറഹ്മാൻ സലഫിയുടെ പ്രഭാഷണം, കുറച്ചിപ്പുറത്തേക്ക് മാറി നിൽക്കുമ്പോൾ അബ്ദുറഹ്മാൻ ഇരുവേറ്റിയുടെ പ്രഭാഷണം, കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രഭാഷണം, കുറച്ചിപ്പുറത്തേക്ക് മാറി നിൽക്കുമ്പോൾ പിന്നെ അഹ്മദ് അനസ് മൗലവിയുടെ പ്രഭാഷണം
നമുക്ക് കേൾക്കാൻ കഴിയും. ഇങ്ങനെ മുജാഹിദിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾ എവിടെ നിൽക്കണമെന്ന് പോലും പറയാൻ കഴിയാതെ സമൂഹത്തിൽ എളുപ്പരായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് കേരളീയ മുസ്ലിം സമാജത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനം ആദർശ പോരാട്ട രംഗത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറെ വലുതാണ്. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ ഈമാൻ സംരക്ഷിച്ചുകൊണ്ട് എവിടെ ചെന്നാലും സുന്നത്ത് ജമാഅത്ത് പറയാൻ, ആദർശം പറയാൻ, ആദർശത്തോടുകൂടി സംസാരിക്കാൻ ആണത്തമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന വെല്ലുവിളി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ ചോദിക്കുമ്പോൾ അവർക്കൊന്നും മറുപടി പറയാനില്ല. പേരാമ്പ്രയിലും മംഗലാപുരത്തും കണ്ണൂർ ജില്ലയിലെ കമ്പിലുമൊക്കെ നമ്മൾ കണ്ടത് അതാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിജയമായിരുന്നു. മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചട്ടുളി പോലുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ മറുപടി പറയാൻ കഴിയാതെ ആയത്ത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് വേണ്ടത് തഫ്സീർ പറഞ്ഞു കൊടുത്താൽ വേണ്ടത് ആയത്ത്, ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് തന്നെ അറിയാം തങ്ങൾ നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോവുകയാണ്, നിലനിൽപ്പില്ലാത്ത പ്രസ്ഥാനത്തിലാണ് താൻ തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആർക്കും തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. അവരുടെ ഉള്ളിൽ അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കേരള മുസ്ലിം സമാജത്തെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആദർശ പോരാട്ടം, സുന്നത്ത് ജമാഅത്തിന്റെ പ്രചാരണം, അത് മഹാന്മാരായ പണ്ഡിതന്മാർ, അത് ഈ സംഘടനയുടെ ബേസ് തന്നെയാണ്. ഈ സംഘടനയുടെ ഏറ്റവും അസ്ലുൽ അസീൽ എന്ന് വേണമെങ്കിൽ പറയാം, ബേസ് തന്നെ അതാണ്. ആദർശ രംഗത്ത് സമസ്ത കേരള ജംഇയ്യത്ത്, അതാണ് സമസ്തയുടെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. വിക്കിപീഡിയ അടക്കമുള്ള നമ്മുടെ സോഷ്യൽ സംവിധാനങ്ങളിൽ നോക്കിയാൽ, നമ്മുടെ ഇന്റർനെറ്റിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എയിംസ് നോക്കിക്കഴിഞ്ഞാൽ, ലക്ഷ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലകൊണ്ടിട്ടുള്ളത് ഏത് പ്രസ്ഥാനത്തെ എന്തിന്റെ കീഴിലാണ്, എന്തിനു വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നാൾക്കുനാൾ ഇങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളർച്ചയുടെ വലിയ പടവുകൾ താണ്ടുമ്പോഴും ആദർശപാപ്പരത്വം സംഭവിച്ച ആളുകൾ, ആദർശത്തിൽ വീഴ്ച സംഭവിച്ച ആളുകൾ, ആദർശത്തിൽ വെള്ളം കലർത്തിയ ആളുകൾ ഒന്നും പറയാനാവാതെ അമാന്തിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് ഓരോ ദിനവും കാട്ടിത്തരുന്നത്. പ്രിയപ്പെട്ടവരെ, തവസ്സുലും ഇസ്തിഗാസയുമൊക്കെ കാലങ്ങളായി മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, ചർവണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞത്ര, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനം പറഞ്ഞത്ര സുന്നത്ത് ജമാഅത്ത് പറഞ്ഞ മറ്റൊരു സമൂഹത്തെയും മറ്റൊരു പ്രസ്ഥാനത്തെയും കേരളത്തിൽ കാണാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇസ്തിഗാസയും തവസ്സുലുമൊക്കെ മനോഹരമായി മുസ്ലിം ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയായിരുന്നു. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇസ്തിഗാസയുടെ അഹ്ലുകാരാണ്, തവസ്സുലിന്റെ ആളുകളാണ്, കുട്ടിപ്രാർത്ഥനയുടെ ആളുകളാണ്, മഹാന്മാരായ പണ്ഡിതന്മാർ യാളാണ്. ഇമാം ഷാഫിഈ പറഞ്ഞാലും, ഇമാം അബൂ ഹനീഫ പറഞ്ഞാലും, ഇമാം മാലിക് പറഞ്ഞാലും, ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞാലും ഞങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന് അതൊന്നും ബാധകമേയല്ല, അതൊന്നും ഞങ്ങൾക്കറിയേണ്ട കാര്യമേ ഇല്ല എന്ന വിദണ്ഡമായ മുടന്തൻ ന്യായം സമൂഹത്തിലേക്ക് അപ്ലോഡ് ചെയ്തത് മുജാഹിദ് പ്രസ്ഥാനമാണ്, വഹാബി പ്രസ്ഥാനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കരുതിയിരിക്കണം, വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കണം. ഇങ്ങനെ പയ്യെ നമ്മുടെ ഈമാൻ നശിപ്പിക്കാൻ, നമ്മുടെ ഈമാൻ ചൂഷണം ചെയ്യാൻ, അല്ലാഹുവിലേക്കുള്ള നമ്മുടെ ഈമാനികമായ പിടിവള്ളി നഷ്ടപ്പെടുത്താൻ പതിയിരിക്കുകയാണ്, വലയെറിഞ്ഞ് കാത്തിരിക്കുകയാണ് വഹാബി, ഒന്നുമറിയാത്ത വഹാബി. കൃത്യമായ ഇബാറത്ത് മഹാന്മാരായ പണ്ഡിതന്മാർക്ക് മുമ്പിൽ സമർപ്പിക്കാൻ കഴിയാത്ത, തീർത്തും ഒരു വസ്തുവിനും മാഗ എന്ന് നമ്മൾ പച്ചമലയാളത്തിൽ പറയുന്നതിനോട് ചേർത്ത് വെക്കാവുന്ന നാമം എന്തുണ്ടോ അതിന്റെ പേരാണ് അധപ്പതനങ്ങളിൽ നിന്ന് അധപ്പതനത്തിന്റെ കൈപ്പുനീർ കുടിച്ചുകൊണ്ടിരിക്കുന്ന വഹാബി പ്രസ്ഥാനം എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅ അത് അതിശക്തമാണ്.
അഹ്ലുസുന്നത്തി വൽ ജമാഅ അതിശക്തമാണ്. അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതെന്നിലേക്കുള്ള വഴിയാണ്, ഇതെന്നിലേക്കുള്ള വഴിയാണ് എന്ന് പറഞ്ഞ മനോഹരമായ വാക്യത്തിന്റെ ഉടമകളാണ് നമ്മൾ. മഹാന്മാരായ പണ്ഡിതന്മാരെ അംഗീകരിക്കുന്ന ആളുകളാണ്. ഇമാം നവവി അംഗീകരിക്കുന്ന ആളുകളാണ്. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി അംഗീകരിക്കുന്ന ആളുകളാണ്. ഇമാം സുയൂത്തി അംഗീകരിക്കുന്ന ആളുകളാണ്. ഇമാം റംലിയെ നമ്മൾ അംഗീകരിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇവരെയൊന്നും അംഗീകരിക്കാത്ത KM മൗലവിയും, ഇവരെയൊന്നും അംഗീകരിക്കാത്ത MCC മൗലവിയും, ഇവരെയൊന്നും അംഗീകരിക്കാത്ത റഷീദുർറിളയും, ഇവരെയൊന്നും അംഗീകരിക്കാത്ത മുഹമ്മദ് ബിൻ അബ്ദും, ഇവരെയൊന്നും അംഗീകരിക്കാത്ത ജമാലുദ്ദീൻ അഫ്ഗാനിയും അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ പറഞ്ഞതുപോലെ ചിന്താമണ്ഡലങ്ങളിൽ നേരിട്ട കോളിളക്കമാണ് സത്യം പറഞ്ഞാൽ ജമാലുദ്ദീൻ അഫ്ഗാനിയെ ഇങ്ങനെയൊരു ചിന്തയിലേക്ക് നയിച്ചത്. അത് കൃത്യമായി മുസ്ലിം ഉമ്മത്തിന്, ആഗോള മുസ്ലിം ഉമ്മത്തിന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. വഹാബി പ്രസ്ഥാനം ലോകത്ത് ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്തിയാൽ ലോകത്ത് അന്തമുള്ള ഏത് മുസ്ലിമിനും പറയാൻ പറ്റും വഹാബിത്ത് പ്രസ്ഥാനം ചെയ്തിട്ടുള്ള മഹാനീച പ്രവർത്തനങ്ങൾ. മഹാന്മാരായ പണ്ഡിതന്മാരുടെ പേരിൽ, മഹാന്മാരായ ഔലിയാക്കന്മാരുടെ പേരിൽ, മഹാന്മാരായ സലഫ് സാലിഹീങ്ങളുടെ പേരിൽ കുതിര കയറാനല്ലാതെ ഇവർ സമയം ചെലവഴിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്തിഗാസയും തവസ്സുലുമൊക്കെ അംഗീകരിക്കുന്ന ആളുകളാണ്. ഏതൊരു പണ്ഡിതൻ പറഞ്ഞാലും, ഏത് മഹാനായ ഏത് വ്യക്തി പറഞ്ഞാലും അംഗീകരിക്കുന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞോ, മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് ഏത് മാർഗം കാണിച്ചു തന്നോ ആ മാർഗത്തിന് കീഴിലാണ് നമ്മൾ ഇന്നും ഉള്ളത്. ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാരായ പണ്ഡിതന്മാരുടെ ജീവചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ മഹത്തായ ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളായ ആളുകളാണ് നമുക്ക് ഈ മാർഗം കാണിച്ചു തന്നത്. ഇസ്തിഗാസയും തവസ്സുലും ചെയ്യണമെന്ന് പറഞ്ഞത് മഹാന്മാരായ പണ്ഡിതന്മാരാണ്. മഹാനായ ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു തന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തിയ ഹദീസ് ഇന്നും വഹാബികളുടെ ചങ്കിൽ തറക്കുന്ന ഹദീസാണ്. ആ ഹദീസിന് മുമ്പിൽ ഇന്നും വഹാബികൾക്ക് ഒരക്ഷരം പറയാൻ കഴിയാതെ, അതിന് കൃത്യമായ മറുപടി പറയാൻ കഴിയാതെ ആ ഹദീസിന്റെ മുന്നിൽ മുട്ടുമടക്കുന്ന കാഴ്ചയാണ്. മഹാനായ മാലിക് ദാർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസാണ്. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖാസിനായിരുന്നു. സംഭരണ കേന്ദ്രത്തിലെ, ധാന്യ സംഭരണ കേന്ദ്രത്തിലെ പ്രധാന ഉദ്യോഗസ്ഥനായിരുന്നു. അങ്ങനെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അസ്ഹാബന്നാസ് ജനങ്ങൾക്ക് വളരെ ശക്തമായ കടുത്ത വരൾച്ചയുണ്ടായി. വരൾച്ച, ആളുകൾ വലിയ ബുദ്ധിമുട്ടിലായി. അപ്പോൾ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അടുത്തേക്ക് വന്നു. ഫഅതാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ വന്നു. ഫജാഅ റജുലുൻ ഇലാ ഖബറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അടുത്ത് വന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ഇസ്തിഗാസ നടത്തിയത് മുസന്നഫ് ഇബ്നു ശൈബയിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അയാൾ വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ സമുദായത്തിന് വേണ്ടി അല്ലാഹുവിനോട് അവിടുന്ന് ദുആ ചെയ്യണം, മഴയ്ക്ക് വേണ്ടി തേടണമെന്ന് വഫാത്തിന് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിന് ശേഷം മുത്തുനബിയുടെ ഖബറിന്റെ അടുത്ത് വന്നുകൊണ്ട് മുത്തുനബിയോട് സഹായം ചോദിച്ചത് മഹാനായ ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു തന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തിയ ഹദീസിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വഹാബി ഉഴറുന്ന കാഴ്ചയാണ് ഓരോ സമയത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ആള് വന്നുകൊണ്ട് മുത്തുനബിയോട് പറഞ്ഞു, അല്ലാഹുവിനോട് നിങ്ങൾ മഴയ്ക്ക് വേണ്ടി തേടണം. ജനങ്ങൾ മുഴുവൻ വലിയ ദുരിതത്തിലാണ്, വലിയ പ്രയാസത്തിലാണ്. ഇസ്തസ്ഖിലി ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകൂ, അവർ വലിയ നാശത്തിന്റെ വക്കീലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ മഹാനായ മുസന്നഫ് ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹുവിന്റെ മുസന്നഫിൽ ഇങ്ങനെ കാണാൻ പറ്റും. മഹാനായ മാലിക് ദാർ റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു, നീ ഉമറിനെ കാണുകയാണെങ്കിൽ എന്റെ സലാം അറിയിക്കണം, ഉടൻ തന്നെ മഴ നിങ്ങൾക്ക് ലഭിക്കുമെന്ന സുവാർത്ത നിങ്ങൾ അറിയിക്കുകയും വേണം. കണ്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം
അല്ലേ? ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅക്കും വഇൻ സമിഉ മസ്തജാബു ലക്കും എന്ന് ആയത്തോതി കേരളത്തിലെ മുസ്ലിങ്ങളെ പറ്റിച്ച, കേരളത്തിലെ മുഅ്മിനീങ്ങളുടെ ഈമാൻ നഷ്ടത്തിലാക്കിയ പാവപ്പെട്ട മുഅ്മിനീങ്ങളുടെ മുഖ്ലിസീങ്ങളായ ആളുകളുടെ വിശ്വാസത്തെ കളങ്കപ്പെടുത്തിയ ആളുകളുടെ മുമ്പിൽ ഞങ്ങൾക്ക് സമർപ്പിക്കാനുള്ളത് ഈ ഹദീസാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ പോയി ഉമറിന്റെ അടുത്ത് പോയിട്ട് എന്റെ സലാം പറയണം, എന്റെ അസ്സലാമു അലൈക്കും അറിയിക്കണം, മഴ ലഭിക്കുമെന്ന സ്വാർത്ഥ നിങ്ങൾ പറയണം കേട്ടോ. പിന്നെ ഒരു കാര്യം, പിന്നെ ഉമറിനോട് പറയേണ്ട ഒരു കാര്യം, വഖുല്ലഹു അലൈക്കൽ കൈസ്, ഒന്നുകൂടി ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിർദ്ദേശിക്കണം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാര്യങ്ങൾ അറിയിച്ചു. ഉമർ അള്ളാഹുവിന് പൊട്ടിക്കരഞ്ഞ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തത്രേ, എന്റെ രക്ഷിതാവേ, എന്റെ അള്ളാഹുവേ, എനിക്ക് കഴിയാത്ത കാര്യങ്ങളിലല്ലാതെ ഞാൻ യാതൊരു വീഴ്ചയും വരുത്തുകയില്ല എന്ന് പറയുന്ന സുന്ദരമായ ഹദീസ് സഹാബിയുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോ അവന് മറുപടിയൊന്നും ഉണ്ടാവില്ല. എങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടുത്തെ ഖബറിന്റെ അടുത്ത് പോയിക്കൊണ്ട് ചോദിച്ചില്ലേ? ഒരു സഹാബി ചോദിച്ചു, എന്തിനാ? റസൂലുള്ള ജീവിച്ചിരിക്കുമ്പോ തന്നെ റസൂലുള്ളാഹിനോട് ഒരു സഹാബി വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അങ്ങയോടൊപ്പം ഒരു സ്ഥാനം ഞാൻ ആഗ്രഹിക്കുകയാണ്. റസൂലുള്ള വഹാബിയായിരുന്നോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുജാഹിദായിരുന്നോ? കേരളത്തിലെ വഹാബി പ്രസ്ഥാനത്തിന്റെ നായകനായിരുന്നോ? അല്ല. വഹാബിനോടൊക്കെ ചോദിക്കണെങ്കിൽ ഇന്നോട് ചോദിക്കണ്ട, പടച്ചോനോട് നേരിട്ട് പോയി ചോദിച്ചോന്ന് പറയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ദേഷ്യപ്പെടുകയോ ഇന്നോടല്ലടാ ചോദിക്കേണ്ടത്, അള്ളാഹിനോടാണ് പോയി ചോദിക്കേണ്ടത് എന്നല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. മുത്തുനബി പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് അനുവാദം കൊടുക്കുകയാണ് ചെയ്തത് എന്ന് ഹദീസുകളിൽ രേഖപ്പെട്ട കാര്യമാണ്. റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലത്തും റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷവും അവിടത്തോട് പോയി സഹായം ചോദിച്ച എത്രയെത്ര സംഭവങ്ങളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുള്ളത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് തെറ്റുപറ്റാറില്ല. കാരണം അവർ ജീവിതം കൊണ്ട് അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തയാളുകളാണ്. അതുകൊണ്ട് അവർ പറയുന്നതൊക്കെ ശരികളായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇങ്ങനെ കൃത്യമായ ഹദീസുകൾ ഉണ്ടാകുമ്പോ റസൂലുള്ളാഹിയുടെ ഖബറിന്റെ അടുത്ത് വന്നുകൊണ്ട് ചോദിച്ചു ഇസ്തിഗാസ നടത്തിയത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായത്തേട്ടം നടത്തിയ ഹദീസ് മഹാനായ ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു മുസന്നഫിൽ രേഖപ്പെടുത്തിയ ഹദീസ് വഹാബിന്റെ മുന്നിൽ വെച്ച് നോക്കണം. ഓൻ പോണ വഴിക്ക് പുല്ല് മുളക്കൂല നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായ മാനദണ്ഡം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരാളെക്കുറിച്ച് നമ്മൾ ശിർക്ക് ആരോപിക്കണമെങ്കിൽ, ഒരാളെക്കുറിച്ച് കുഫർ പറയണമെങ്കിൽ അതിന് കൃത്യമായ മാനദണ്ഡമുണ്ട്. എന്താണ് ശിർക്ക് എന്ന് മനസ്സിലാക്കണം. അതിന്റെ ഓപ്പോസിറ്റായ തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് ഒരാളെ ശിർക്ക് ആരോപിക്കാനും ഒരാളെ കുഫ്രിയത്ത് ആരോപിക്കാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, കേരളീയ മുസ്ലിം സമാജത്തിനിടയിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചണ്ഡമായ പ്രചരണങ്ങളൊക്കെ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തുന്നതാണ്, നമ്മുടെ ഈമാൻ കളങ്കപ്പെടുത്തുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം പ്രശ്നക്കാരിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين.